നമുക്ക് അരങ്ങിലേക്ക് നമ്മുടെ കണ്ണും കാതും കൂർപ്പിക്കാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മനസാക്ഷി. സമസ്ത മേഖലകളിലും തുല്യത ഉറപ്പുവരുത്തുവാൻ നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്നും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം പരിപൂർണമായും മാറിയിട്ടില്ല. ഉള്ളവനും ഇല്ലാത്തവനും എന്നത് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയും. അത് തൊഴിലവസരമാകട്ടെ, ആനുകൂല്യങ്ങളാകട്ടെ, ലിംഗവ്യത്യാസമാകട്ടെ, മുതിർന്നവരും കുട്ടികളുമാകട്ടെ, ജാതി സമ്പ്രദായമാകട്ടെ, പണമാകട്ടെ, ഇങ്ങനെ പലതും. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയെ കാറ്റിപ്പറത്തി ഇല്ലാത്തവന് കിട്ടേണ്ടത് തട്ടിപ്പറിച്ചെടുക്കുന്നത് പല രൂപത്തിലും ഭാവത്തിലും ഇന്നും സമൂഹത്തിൽ നടമാടുമ്പോൾ നിനക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാനാകുന്നു? പ്രതികരിക്കാനല്ലേ പറഞ്ഞത്? നിനക്ക് നിന്റെ കാര്യം, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? കണ്ടില്ലേ ഒരു പെൺകുട്ടി പിച്ചി ചീന്തപ്പെട്ടത്? അനുദിനം എത്ര വാർത്തകളാണ് കേൾക്കുന്നത്. പെണ്ണായി ജനിക്കാതിരുന്നെങ്കിലെന്ന് ഓരോ പെണ്ണും ചിന്തിച്ചു പോകുന്ന ക്രൂരത സമൂഹത്തിലാകെ പെണ്ണിന് നേരെ നടക്കുന്നു. കുറ്റക്കാർ നിയമത്തിന്റെ മുൻപിൽ പലപ്പോഴും എത്തപ്പെടുന്നില്ല. സമൂഹം ഇത്രയേറെ വളർന്നിട്ടും അവന്റെ മനസ്സ് ഇനിയും വളർന്നിട്ടില്ല എന്ന സൂചനയാണ് ഓരോ പിച്ചി ചീന്തലും ഓർമ്മിപ്പിക്കുന്നത്. പിറന്നു വീണ പെൺകുഞ്ഞു മുതൽ 80 കടന്ന മുത്തശ്ശിമാർക്ക് വരെ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന കാലം. ദൈവമേ, ഇതെന്തൊരു കാലം! നീ ഇതെല്ലാം എവിടെയോ നടക്കുന്നു എന്ന് കരുതി മുഖം തിരിച്ചു നിൽക്കുന്നതെന്ത്? നാളെ ഇത് നിന്റെ വീട്ടിലും നിന്റെ ചാർച്ചക്കാരുടെ ഇടയിലും സംഭവിക്കാം. ഇനിയും പ്രതികരിക്കാൻ മടിക്കരുത്. പ്രതികരിക്കാനല്ലേ പറഞ്ഞത്? നിനക്ക് നിന്റെ കാര്യം, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ?
ഉജ്ജ്വലമായ ഭാവിയും അനന്തമായ സാധ്യതകളുമുള്ള ഒരു ചെറുപ്പക്കാരി, വീട്ടുകാരുടെ പ്രതീക്ഷ, നാടിന്റെ അനുഗ്രഹമായി മാറേണ്ടവൾ. എന്നാൽ എന്നാൽ അവൾ ഇന്ന് ലഹരിക്കടിമയാണ്. ഒരു ദിവസം പോലും അതുപയോഗിക്കാതെ അവൾക്ക് നിലത്ത് കാലുറപ്പിക്കാൻ ആകുന്നില്ല. ഇവിടെയും ലഹരി കടത്തിന്റെയും ലഹരി വേട്ടയുടെയും ലഹരി ഉപയോഗത്തെ തുടർന്ന് തകരുന്ന കുടുംബങ്ങളുടെയും ബിസിനസ്സുകളുടെയും കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും ലൈംഗിക അരാജകത്വത്തിന്റെയും എല്ലാം വാർത്തകളാണ് പത്രത്താളുകളിൽ നിറയുന്നത്. ഇതെല്ലാം കണ്ടിട്ട് നിനക്ക് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയും? പ്രതികരിക്കാനല്ലേ പറഞ്ഞത്? നിനക്ക് നിന്റെ കാര്യം, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. ആരോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ. ഹലോ, ആരാ? ഹലോ, ഞങ്ങൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. പുഷ്പലതയല്ലേ? അതെയല്ലോ. നിങ്ങൾക്ക് വിദേശത്ത് നിന്നും ഒരു പാഴ്സൽ വരാനുണ്ടോ? ഉണ്ട്, എന്റെ മോളുടെ. ആ പാഴ്സൽ ഇപ്പോൾ ഞങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങളുടെ കൈവശമോ? അതെങ്ങനെ നിങ്ങളുടെ കൈവശം എത്തി? ആ പാഴ്സലിൽ എന്താണുള്ളത്? ചോക്ലേറ്റുകളാണ്. ചോക്ലേറ്റിലോ? അതിൽ ലഹരി മരുന്നുകളായിരുന്നുള്ളത്. അയ്യോ, ലഹരി മരുന്നുകളോ? അതെങ്ങനെ സംഭവിച്ചു? അതൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ കേസിൽ പെടാതിരിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. 50 ലക്ഷം രൂപയോ? എന്റെ കയ്യിലാകെ 25 ലക്ഷമേ ഉള്ളൂ. അതെങ്കിൽ അത് ഫണ്ട് ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യൂ. വിദ്യാസമ്പന്നരെ പോലും അതിവിദഗ്ധമായി പറ്റിക്കുന്ന മാഫിയകൾ, ഡിജിറ്റൽ അറസ്റ്റുകൾ, അതിൽപ്പെട്ട് പണവും അതേ തുടർന്നുണ്ടാകുന്ന മാനഹാനിയും ഭയപ്പെട്ട് പുറത്താരോടും പറയാതെ വിഷാദത്തിന് അടിമപ്പെടുന്ന മലയാളികളെ കുറിച്ച് എത്രയോ കേട്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മലയാളികൾ പഠിക്കുന്നില്ലല്ലോ. കുതന്ത്രങ്ങൾ മെനയുന്ന ഇക്കൂട്ടർക്കെതിരെ ശക്തമായി പ്രതികരിക്കണം. കൈനനയാതെ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടർ സമൂഹത്തിലെ സമസ്ത മേഖലകളിലും വിവിധ രൂപത്തിൽ ചേക്കേറിയിട്ടുണ്ട്. ഇവിടെ നിനക്ക് പ്രതികരിക്കാതിരിക്കാൻ ആവില്ല. പ്രതികരിക്കാൻ നിന്നോടല്ലേ പറഞ്ഞത്? പ്രതികരിക്കാൻ. നിനക്ക് നിന്റെ കാര്യം, നീ നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. മക്കളെ, ഓടി വന്നേ. അച്ഛൻ എന്താ കൊണ്ടുവന്നിരിക്കുക? ഒന്ന് നോക്കിയേ. അച്ഛാ, വാഴവിത്തോ? ഹായ്, എനിക്ക് വാഴപ്പഴം വേണം. അത് കൊള്ളാം. എങ്ങനെയാ മോളെ ഇപ്പോൾ വാഴപ്പഴം കിട്ടുക? ഈ വാഴവിത്ത് നമുക്ക് കുഴിച്ചു വെച്ച് അതിന് വെള്ളമൊക്കെ പകർന്ന് അത് ഒരു വലിയ വാഴയായി മാറും. അപ്പോൾ അതിന് വാഴക്കുല ഉണ്ടാവും. അത് നമുക്ക് പഠിപ്പിച്ച് നമ്മുടെ കൊതി തീരുവോളം കഴിക്കണം. എന്റെ മകളെ, എന്ത് ആശിച്ച അച്ഛനെ കൊണ്ടുവന്നറിയാവോ? അയ്യോ, എന്നാ നമുക്ക് തരാം. നമുക്ക് തരാം. അച്ഛാ, വാഴയ്ക്ക് ഈ പക്കമായിട്ടോ? മോളെ നോക്ക്, വാഴ എന്നെക്കാട്ടിൽ ഉയരം എത്തി കേട്ടോ. മക്കളെ, നാളെ നമുക്ക് ഈ കൊല വെട്ടണം. കൊല നന്നായിരിക്കണം. ഒരു കാര്യം ചെയ്യാം, ഈ കൊല വെട്ടി മനയിലേക്ക് അങ്ങ് എത്തിക്കാം. അയ്യോ തമ്പ്രാനെ, അങ്ങനെ പറയരുതേ. എന്റെ ഭാര്യയും മക്കളും നോക്കിയിരുന്ന് വളർത്തിയതായത്. അങ്ങനെ പറയരുതേ തമ്പ്രാനെ. സുമ്പൻ തിരുവായ്ക്ക് എതുമായി പറയുക, ഇന്ന് മാറിക്കുക.
സ്വാതന്ത്ര്യം നേടിയിട്ട് ഏറെക്കാലം കഴിഞ്ഞു. ജന്മിത്വവും അവയുടെ വകഭേദങ്ങളും പല വേഷത്തിൽ പല ഭാവത്തിൽ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു.